ഒരുപാട് നാളൊന്നും ഞങ്ങള് കല്യാണം കഴിക്കുന്ന സമയത്ത് രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് നാളൊന്നും ട്രൈ ചെയ്തില്ല. കുറച്ച് തവണ ട്രൈ ചെയ്തപ്പോൾ തന്നെ കാര്യങ്ങൾ അത്ര കറക്റ്റ് അല്ല എന്ന് തോന്നിയതുകൊണ്ട് ഡയറക്റ്റ്ലി IVF-ലേക്ക് തിരിയുമായിരുന്നു. ഞങ്ങള് ആദ്യം ഒരു ഹോസ്പിറ്റലില് ചെയ്തിരുന്നു, അത് ഫെയിലായി. ഞാൻ ആ സമയത്ത് റിസർച്ച് ഫീൽഡിലായിരുന്നു. PhD കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് റീലൊക്കേറ്റ് ചെയ്ത് ഒരു 3-4 ഹോസ്പിറ്റൽ ഇൻഫെർട്ടിലിറ്റിയിലുള്ള ഹോസ്പിറ്റലിൽ പോയി. ഒട്ടുമിക്ക സ്ഥലത്തൊന്നും എനിക്ക് അഡ്വാൻസ് മെറ്റേണൽ ഏജ് ആയതുകൊണ്ട് ഒരു ഡോണർ എഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് സ്വന്തം എഗ് തന്നെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ ഞാൻ തിരഞ്ഞെടുക്കുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ഫെയിലിയറിന്റെ ഷോക്ക് അധികം മീൻസ് ഫെയിലായി കഴിഞ്ഞാൽ അധികം ഇല്ലാതെ തന്നെ ഞാൻ സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമായിരുന്നു. ടൈം അധികം കളയാനില്ല. ഹോപ്പുണ്ടോ എൻ്റെ ഇല്ലെന്ന് വെച്ചില്ല, അത് ഒരു മൈൻഡ് ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. എന്തോ സക്സസ് ആയി. കൈൻഡ് ഓഫ് മിറക്കിൾ. We are very happy. We feel very blessed. Thank you നൗഷീൻ മാം. ഇവിടെയാണ് ഇനിഷ്യലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. ബാക്കി എംബ്രിയോ ട്രാൻസ്ഫർ ഉൾപ്പെടെ ബാക്കി കാര്യങ്ങളെല്ലാം കൊടുങ്ങല്ലൂർ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പയനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് എല്ലാത്തിലും ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിനു മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ മാത്രമേ ഇത് നമ്മൾ ട്രൈ ചെയ്തിട്ട് ഫെയിലായതാണ്. അതുകൊണ്ട് മറ്റ് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ ഞങ്ങൾക്ക് അറിയില്ല, എനിക്കറിഞ്ഞൂടാ. ബട്ട് ഹിയർ തീർച്ചയായിട്ടും നമ്മൾ വളരെ നല്ലൊരു സർവീസാണ്, പ്രൊഫഷണൽ അപ്രോച്ച്. അതാണ് നമുക്ക് വേണ്ട രീതിയിലുള്ള സർവീസുകൾ വേണ്ട സമയത്ത് വേണ്ട അഡ്വൈസ് കൃത്യമായ രീതിയിൽ കിട്ടി എന്നുള്ളതാണ് പറയാൻ കഴിയും.